സമുദായം കൂടെ ഇല്ലാത്ത സമുദായ നേതാവാണോ നരസിംഹറാവു? പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാൻ അനുവദിക്കാണ്. ഒന്ന്, നമ്മൾ ഹിന്ദുക്കൾ യാദവ കുലം തമ്മി തല്ലിയതുപോലെ തമ്മി തല്ലി ഇല്ലാതാവരുത്. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ല. കിട്ടുന്ന അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറണം. സുകുമാരൻ നായർ സാർ 85 വയസ്സുള്ള ഏറ്റവും മുതിർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കുറച്ച് ചില കാര്യങ്ങളിൽ റഫാണ്, എടുത്തടിച്ച പോലെ സംസാരിക്കും. പക്ഷേ ശബരിമല പ്രക്ഷോഭത്തിനടക്കം നായകത്വം വഹിച്ച സുകുമാരൻ നായർ സാറാണ്. ഒരു സമവായം കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പലരും എല്ലാ വിഷയത്തിലും ശ്രമിക്കണം. നേരത്തെ പറഞ്ഞ വിഷയം കൂടെ കണക്ട് ചെയ്ത് ഞാൻ പറയാം. രാജരാജവർമ്മ സാറിന് എനിക്ക് ഏറ്റവും ആദരവാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തെ വ്യക്തിപരമായ ആദരവാണ്, ഇഷ്ടമാണ്. ഹിന്ദുക്കൾ പറയാൻ പറ്റില്ല. ഹിന്ദു ശരി 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 നമ്മൾ ഇന്ത്യക്കാർ, ഇനി നമ്മൾ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന മാധുവിന്റെ സെക്കുലർ ബോധത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ദീപ്തിജിക്ക് അറിയാം ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള അടി. ഒരുപാട് കാലമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആഴത്തി പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പോട്ടെ, ഇനി വിഷയത്തിലേക്ക് വരാം. രാജരാജവർമ്മ സാറിനെ വ്യക്തിപരമായ ഇഷ്ടവും ആദരവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന് അദ്ദേഹം അയ്യപ്പന്റെ പ്രതിനിധിയാണ്, അതായത് അയ്യപ്പൻ ജനിച്ച കുടുംബത്തിലെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ കൺസേൺസ്, പന്തളം കൊട്ടാരത്തിന്റെ കൺസേൺസ് എല്ലാ കാരണവശാലും സ്വീകരിക്കപ്പെടണം, ആദരിക്കപ്പെടണം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരുപക്ഷെ ഓർമ്മ കാണും, ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ മീഡിയേഷൻ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ എന്നെ എടുത്തു വളർത്തിയ, അല്ലെങ്കിൽ എൻ്റെ ഫാദർ മരിച്ചിട്ട് എന്നെ വളർത്തിയ മുത്തശ്ശന്റെ നിലപാടിനെതിരെ പോലും ഞാൻ പന്തളം രാജകൊട്ടാരത്തിന്റെ നിലപാടിനൊപ്പം നിന്നതാണ്. അവിടുത്തെ കുട്ടികൾക്കടക്കം പന്തളം രാജകൊട്ടാരത്തിന് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് ജസ്റ്റിസ് KT തോമസ് മീഡിയേഷൻ ഫ്രണ്ടിൽ പോലും വാദിച്ചാണ്. അതിലേക്കാ വരുന്നത്. നമ്മൾ അതിലേക്കാണ് വന്നത്. കാര്യം എന്താ അറിയോ? സുകുമാരൻ സാറിന് ആള് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ശബരിമല പ്രക്ഷോഭം ഈ രീതി വളരുമോ? ആദ്യ ദിവസത്തിൽ ഞാനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞങ്ങൾക്ക് 1500 പേരെ കൂട്ടാനേ കഴിഞ്ഞുള്ളൂ തിരുവനന്തപുരത്ത്. പക്ഷേ NSS സംഘടിപ്പിച്ച പരിപാടിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. അത് കാരണമാണ് രാഷ്ട്രീയക്കാരെല്ലാം പിന്നീട് അവരുടെ സ്വരം മാറ്റിയത്. അപ്പൊ സുകുമാരൻ നായർ സാർ അടക്കം ഒരു വിഷയത്തിന് വരുമ്പോൾ സജീവമായി BJP അല്ലല്ല BJPയുടെ ഉള്ളിലെ ഏറ്റവും മതസൗഹാർദ്ദവാദിയാണ് ശ്രീധരൻപിള്ള സാർ. ശ്രീധരൻപിള്ള സാറിന്റെ വായി അങ്ങനെ ഒരു വാക്ക് വീണു പോയെന്നേ ഉള്ളൂ. പുള്ളി അങ്ങനെ അല്ല ഉദ്ദേശം, നമുക്കെല്ലാം അറിയാം. പോട്ടെ, അത് വേറെ വിഷയം. അതായത് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം, സാമുദായിക വിശ്വാസപരമായ വിഷയങ്ങളിലെല്ലാം നമ്മളൊരു സമവായം അടക്കമുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ച് മുമ്പോട്ട് പോകണം. പിന്നെ ഒരു വരി കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിരിക്കുന്ന കണ്ഠരര് മഹേഷ് മോഹനനും കണ്ഠരര് ബ്രഹ്മദത്തനും ഏറ്റവും പാണ്ഡിത്യമുള്ള ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ, ആഴത്തിൽ ആത്മീയ വിദ്യാഭ്യാസം കിട്ടിയ വ്യക്തികളാണ്, വലിയ പ്രഗത്ഭരാണ്. ഇനി ചില ആൾക്കാർക്കെങ്കിലും ഉള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് എന്തുകൊണ്ടാണ് തന്ത്രി അവിടെ സ്ഥിരമെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഈ മാസപൂജാ ദിവസങ്ങളിലാണ് തന്ത്രിക്കുള്ള പൂജകളെല്ലാം പലപ്പോഴും നടക്കുന്നത്. ഉദയാസ്തമന പൂജ, കളഭം, പടിപൂജകൾ, അല്ലെങ്കിൽ അതിന്റെ പ്ലാനിങ്, ലക്ഷാർച്ചന, സഹസ്രകലശം, തന്ത്രി വേണ്ട ശുദ്ധക്രിയകൾ, ഇതെല്ലാം അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിന് അതിൻ്റെതായ യുണീക്നെസ് ഒരുപാടുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും അവർ സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പിന്നെ മാധു അറിഞ്ഞിരിക്കാനാണ്, സുകുമാരൻ നായർ സാർ 18 വർഷത്തോളം RSSൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം NSSൽ ഈ രീതിയിൽ വരുന്നത്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, വെള്ളാപ്പള്ളി സാറാണെങ്കിലും സുകുമാരൻ നായർ സാറാണെങ്കിലും ഹിന്ദു സമൂഹത്തിന്റെ മുതിർന്ന കാരണവന്മാരാണ്. സുരേഷ് ഗോപിയുടെ സ്വരം നോക്കൂ, വളരെ പോസിറ്റീവ് സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. കാര്യങ്ങൾ മാറും. അദ്ദേഹം ഇവിടെയാണ് നമ്മൾ ഭാരതീയർ ഒരു സമവായം ഉണ്ടാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ യാദവകുലം തമ്മി തല്ലുന്നത് പോലെ നമ്മൾ തമ്മി തല്ലി ഇല്ലാതാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നം കാണാം. പരസ്യമായി വിഴുപ്പലക്കുന്നതിന് പകരം പരസ്പര യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി പ്രവർത്തിച്ചു മുമ്പോട്ട് പോയില്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് നമ്മൾ ഹിന്ദുക്കളോ ഭാരതീയരോ ഇന്ത്യക്കാരോ ഓർത്തിരുന്നാൽ നല്ലതാണ്. Debate with Madhu Saji.